ഏറ്റവും സ്നേഹാധനികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്നുള്ള വസീയത്ത് എന്നോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമായ മുഹറം മാസത്തിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറം, റജബ്, ഈ 4 മാസങ്ങളിൽ പവിത്രമായ ഒരു മാസത്തിൽ, പരിശുദ്ധമായ ഒരു മാസത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അലംഘനീയമായ അവൻ്റെ തീരുമാനമനുസരിച്ചുകൊണ്ട് നാം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിനാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇരിക്കെ തന്നെ നോമ്പിനെ മാത്രം അള്ളാഹു എടുത്തു പറയുകയാണ്. അസ്സൗമു ലീ വ അന അജ്സീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് പ്രതിഫലം നൽകും. എല്ലാ മസ്ജിദുകളും, ലോകത്തിലെ എല്ലാ മസ്ജിദുകളും അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അങ്ങനെ ഇരിക്കെ കഅബയെ മാത്രം വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ് ബൈത്തുല്ലാ, അള്ളാഹുവിൻ്റെ ഭവനം എന്ന് പറയുകയാണ്. എല്ലാ മുഅ്ജിസത്തുകളും അള്ളാഹുവിൻ്റെ മുഅ്ജിസത്തുകളാണ്. ദൃഷ്ടാന്തങ്ങളെല്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. എന്നാൽ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തായി ഖുർആൻ വിശേഷിപ്പിച്ച ഒട്ടകം, അതിനെ എടുത്തു പറയുകയാണ് നാഖത്തുല്ലാ, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നെടുത്തു പറയുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. എങ്കിലും അള്ളാഹു എടുത്തു പറഞ്ഞ ചില പ്രവാചകന്മാർ ഉലുൽ അസ്മുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഹബീബുള്ള എന്നും ഖലീലുള്ള എന്നും കലീമുള്ള എന്നും റൂഹുള്ള എന്നും ഒക്കെ വിശേഷിപ്പിച്ച പല പ്രവാചകന്മാരും നാം കേൾക്കാറുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ മാസവും ദിവസവും കാലവും അള്ളാഹുവിനുള്ളതാകുന്നു. എന്നാൽ മുഹറം മാസത്തെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഷഹറുല്ലാ, അത് അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ പവിത്രമാണ് ഈ മുഹറം മാസം. അതുകൊണ്ട് തന്നെ പ്രത്യേകതകളും അതിൻ്റേതായിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ നാം മനസ്സിലാക്കിയവരാണ്, നാം ഉൾക്കൊണ്ടവരാണ്. ഇസ്ലാമിക കലണ്ടറിൻ്റെ തുടക്കം തന്നെ മുഹറം മാസമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണം വരുന്നത് വരെയും അങ്ങനെ ഒരു കലണ്ടർ, ഇസ്ലാമിക കലണ്ടർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖലീഫ എന്നുള്ള നിലയ്ക്ക് കത്തുകൾ എഴുതുമ്പോൾ ഇത് ഏത് മാസത്തിലായി എഴുതിയത് അല്ലെങ്കിൽ ഏത് വർഷത്തിലായി എഴുതിയത് എന്നുള്ള ഒരു അവ്യക്തത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മുഹറം നമുക്ക് 1ാമത്തെ മാസമായി കണക്കാക്കുകയും അങ്ങനെ ഒരു ഇസ്ലാമിക കലണ്ടർ ലോകത്ത് വരികയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. ഇസ്ലാമിൻ്റെ വികാസ ചരിത്രത്തിൽ എടുത്തറിയപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ഹിജ്റ എന്ന് പറയുന്നത്. പല പ്രവാചകന്മാരും ജനിച്ച നാട്ടിൽ നിന്നും മറ്റൊരു ദേശത്തേക്ക് അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ചുകൊണ്ട് പലായനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇബ്രാഹിം നബിയുടെയും ലൂത്ത് നബിയുടെയും മഹാന്മാരായ മറ്റു പല പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ നിന്നും നാട്ടിൽ, സ്വന്തം ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ സാധ്യമാകാത്ത ഒരു സാഹചര്യം സംജാതമായപ്പോൾ അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശമനുസരിച്ചുകൊണ്ട് മറ്റു പ്രദേശങ്ങളിൽ പലായനം ചെയ്തതായി ചരിത്രം നമുക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ജീവിതത്തിൽ പലായനം നടന്നിട്ടുണ്ട്. സ്വഹാബാക്കളുടെ ആദ്യ പലായനം അബിസീനിയയിലേക്കായിരുന്നു, എത്യോപ്യയിലേക്കായിരുന്നു. പ്രവാചകരുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ചില സ്വഹാബികൾ അവിടെയാണ് ആദ്യത്തെ പലായനം നടത്തിയത്. പിന്നീട് ഇസ്ലാമിൻ്റെ വളർച്ച ശത്രുക്കളിൽ വല്ലാതെ പ്രയാസം സൃഷ്ടിച്ചപ്പോൾ പ്രവാചകരുടെ അടുക്കൽ വന്നുകൊണ്ട് സ്വഹാബികൾ പലരും ചോദിച്ച്, നമുക്ക് പലായനം ചെയ്തുകൂടെ?
അള്ളാഹുവിൻ്റെ അനുമതി വരെയും പ്രവാചകർ കാത്തിരുന്നു. അതിന് ശേഷമായിരുന്നു, റബ്ബിൻ്റെ സന്ദേശം കിട്ടിയതിന് ശേഷമാണ് മദീനയിലേക്ക് പ്രവാചകരും സ്വഹാബാക്കളും പലായനം ചെയ്യുന്നത്. ഈ പലായനം ചെയ്യുന്നത് റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളതാണ് ചരിത്രം. പിന്നെ എന്തുകൊണ്ടാണ് മുഹറം മാസം നാം ഇതുപോലെയുള്ള ചരിത്രം പറയുന്നതും ജനങ്ങളെ പഠിപ്പിക്കുന്നതും? കൃത്യമായി അതിനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതാണ്. സ്വഹാബാക്കൾക്കിടയിൽ ചർച്ചയുണ്ടാകുന്ന സമയത്ത് നമുക്ക് ആദ്യമായി ഒരു മാസം ഏതിൽ നിന്നും തുടങ്ങാം? സ്വഹാബാക്കൾക്കിടയിൽ സംസാരങ്ങളും ചർച്ചകളും ഉണ്ടായി. ചിലർ പറഞ്ഞു പ്രവാചകന്റെ വഫാത്തിന്റെ മാസം, ചിലർ പറഞ്ഞു നമുക്ക് ആനക്കലഹ സംഭവമായിട്ട് മുഹറം 1-ാമത്തെ മാസം തുടങ്ങാം. അങ്ങനെ ചർച്ചകൾക്കൊടുവിലാണ് മാസങ്ങളുടെ അറബി മാസത്തെ 12-ാമത്തേത് ദുൽഹിജ്ജയും 1-ാമത്തേത് മുഹറമും. കാരണം മുഹറം മാസത്തിലാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വഹാബികൾക്കുള്ള ചർച്ചയുടെ തുടക്കം. അങ്ങനെയാണ് സ്വഹാബാക്കളുടെ ചർച്ചകൾക്കെല്ലാം സമന്വയമായി നൽകിക്കൊണ്ട് ഇസ്ലാമിക കലണ്ടറിൽ ആദ്യമായി ഇടം പിടിച്ച മുഹറം മാസം രേഖപ്പെടുത്തുന്നത്. കാരണം മുഹറം മാസത്തിൽ ഒരുപാട് പ്രവാചകന്മാർ അതിജീവിച്ച മാസമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കിയ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ആത്മവിശ്വാസത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും മാസമാണ് മുഹറം എന്ന് പറയുന്നത്. നന്മകളും പുണ്യങ്ങളും കൂടുതലായി ചെയ്യേണ്ടുന്ന ഒരു മാസമാണ് മുഹറം എന്ന് നാം മനസ്സിലാക്കുക. സുഹൃതങ്ങൾ തടയപ്പെടേണ്ട മാസമല്ല, നഹസിൻ്റെയും അശുഭകരമായ ദിവസങ്ങളുടെയും മാസമല്ല. പുണ്യങ്ങൾ ചെയ്യുവാനും നന്മകൾ ചെയ്യുവാനും വിജയപ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും മാസമായി ചരിത്രത്തിൽ നിന്നും നാം വായിക്കുകയാണ് മുഹറം. ഒട്ടനവധി അമ്പിയാക്കന്മാരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സഹായവും വിജയങ്ങളും ഉണ്ടായ മാസമാണ് പരിശുദ്ധമായ ഈ മുഹറം മാസം. അതിൽ നിന്നും ശ്രദ്ധേയമായ ചരിത്രം കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിതമാണ് എന്ന് നമുക്കറിയാം. ഈ മുഹറം മാസത്തിലായിരുന്നു കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും ധിക്കാരിയായിട്ടുള്ള നമ്രൂദിൽ നിന്നും അനുയായികളിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്ന് നാം ചരിത്രത്തിൽ നിന്നും വായിക്കുകയാണ്. മുന്നിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ചെങ്കടൽ, പിന്നിലാകട്ടെ ഫിറഔനും അനുയായികളും. എന്ത് ചെയ്യും? നമ്മെ പിടിക്കപ്പെടുക തന്നെ ചെയ്യും മൂസ എന്ന് വളരെ പ്രയാസത്തോടുകൂടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അനുയായികൾ പറയുന്ന രംഗം വിശുദ്ധ ഖുർആനിലെ 26-ാം അധ്യായമായ സൂറത്ത് ശുഅറയിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: അസ്ഹാബ് മൂസ ഇന്നാ ലമുദ്റകൂൻ. പിടിക്കപ്പെടും മൂസ, ഇനി എവിടെയാ നമ്മുടെ രക്ഷ? മുന്നിൽ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ചെങ്കടലാണ്, പിന്നിലതാ സായുധ സജ്ജരായി വരുന്ന ഫിറഔന്റെ അനുയായികളാണ്. അവിടെയാണ് അതിജീവനത്തിന്റെ മാർഗം. റബ്ബ് കൈവിടില്ല സത്യവിശ്വാസികളെ എന്നുള്ള അകക്കാമ്പുള്ള ആദർശത്തിന്റെ ഗരിമ പഠിപ്പിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചാട്ടള് പോലെയുള്ള മറുപടി വിശുദ്ധ ഖുർആനിൽ കാണാം. കല്ല, അനുയായികളെ അങ്ങനെയല്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അത് കരുത്തിന്റെ മറുപടിയാണ്, അത് വിശ്വാസത്തന്മയുടെ മറുപടിയാണ്, അത് ആദർശത്തിന്റെ പൂർത്തീകരണത്തിന്റെ മറുപടിയാണ്. റബ്ബിൽ സർവ്വതും സമർപ്പിച്ചാൽ റബ്ബ് കൈവിടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ മറുപടിയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുയായികളോട് പറയുന്നത്. ഇല്ല മക്കളെ, അല്ലാഹ് കൈവിടില്ല. നമുക്കും നമ്മുടെ സമൂഹത്തോടും സമുദായത്തോടും പറയുവാനുള്ളത് മൂസാ നബിയുടെ മറുപടിയാണ്. ഇല്ല, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരെ, അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും തവക്കുലാക്കുന്നവരെ അല്ലാഹ് നമ്മെ കൈവിടില്ല. ആത്യന്തികമായിട്ടുള്ള വിജയം പരലോകത്തും ഇഹലോകത്തും നമുക്ക് തന്നെയാണ് എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടെയുള്ള മൂസാ നബിയുടെ മറുപടിയാണ് വിശ്വാസികളെ ഹിജ്റയിൽ നിന്നും ഈ പലായനത്തിന്റെ ചരിത്രം പറയുന്ന നമുക്ക് ആത്മവിശ്വാസത്തിന്റെ കൈമുതലെന്ന് നാം മനസ്സിലാക്കുക.
അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ജനിച്ച നാട്ടിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുവാനുള്ള കാരണത്തിന്റെ അകക്കാമ്പ് എന്ന് പറയുന്നത് തൗഹീദായിരുന്നു. തൗഹീദ് അനുസരിച്ചുകൊണ്ട് നാട്ടിൽ ജീവിക്കുവാൻ ശത്രുക്കൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ സന്ദേശം ലഭിച്ചതിന് ശേഷം മദീനയിലേക്ക് പുറപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ ആയത്ത് നമുക്ക് പാഠമാണ്. വിശ്വാസികളെ, പ്രവാചകന്മാരെല്ലാം പലായനം ചെയ്ത തൗഹീദ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പ്രബോധനം ചെയ്യുവാനും തടസ്സം നേരിട്ടപ്പോഴായിരുന്നു എല്ലാ അമ്പിയാക്കന്മാരും പലായനം ചെയ്തവരെല്ലാവരും അതിന്റെ കാരണമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മഹാനായ സക്കരിയ നബിയുടെയും യഹ്യാ നബിയുടെയും ചരിത്രം, പൂർവ്വസൂരികളായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരുടെയും ചരിത്രം, ജയിലറകളിൽ പോയി അവർ ജീവിതം നയിച്ചത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അതുപോലെയുള്ള പൂർവ്വസൂരികളായിട്ടുള്ള പണ്ഡിതന്മാർ ജയിലറകളിൽ ജീവിതം നയിച്ചത് തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണ്. അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഒരു ഇടയാളന്മാരുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ പലായനം ചെയ്യേണ്ടി വന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ്, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലാഹ്, ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാഹ്, അതുപോലെയുള്ള സലഫ് സ്വാലിഹീങ്ങളായിട്ടുള്ള മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർക്കെല്ലാം ജീവിതത്തിൽ പീഡനങ്ങളും വേദനകളും പ്രയാസങ്ങളുമൊക്കെ നേരിടേണ്ടി വന്നത് അള്ളയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. സൃഷ്ടാവിലേക്ക് അടുക്കുവാൻ ഒരു സൃഷ്ടികളുടെയും സാമീപ്യം ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവരെല്ലാവരും ജീവിതത്തിൽ പ്രയാസങ്ങളും പലായനങ്ങളും നേരിടേണ്ടി വന്നത്. ഇത് തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അനുയായികളുടെയും ചരിത്രമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. ജനിച്ച നാട്ടിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുവാനുള്ള ഏക കാരണം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ, ഞങ്ങളുടെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ സ്വന്തം വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. അതൊരു ത്യാഗമായിരുന്നു, അതൊരു ഏറ്റവും വലിയ ജിഹാദായിരുന്നു. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 100-ാമത്തെ വചനം, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. മുഹാജിറുകളെയും അൻസ്വാറുകളെയും അഥവാ ജനിച്ച നാട്ടിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകൾ, അവരെ സഹായിച്ച അൻസ്വാറുകൾ, അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണോ അവരെ? അള്ളാഹു അവരെ തൃപ്തിപ്പെടുകയും അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അവരെ അനുധാവനം ചെയ്യണമെന്നാണ് വിശ്വാസികളോട് അള്ളാഹുവിന്റെ കൽപ്പന. എങ്കിൽ സ്വർഗമുണ്ട്. ഹിജ്റയുടെ ചരിത്രം ഓർക്കുമ്പോഴേക്കും സുഹൈൽ റളിയല്ലാഹു അൻഹുവിന്റെ വിഭിന്നമായ ഒരു ചരിത്രം അറിയാത്ത മുസ്ലിംകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവുകയില്ല. സുഹൈൽ ഇബ്നു റൂമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം ഹിജ്റയുടെ വലിയ ഒരു അതിജീവനത്തിന്റെ പാഠമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ സന്ദേശം അനുസരിച്ചുകൊണ്ട് സ്വഹാബാക്കളും പ്രവാചകരും പലായനം ചെയ്തതിന് ശേഷം സുഹൈൽ റളിയല്ലാഹു തആല അൻഹുവും പ്രവാചകരുടെ സവിധത്തിലേക്ക് പോകുവാൻ അഥവാ മദീനയിലേക്ക് പോകുവാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ്. തന്റെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും അവിടെ നിന്നും ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെയെല്ലാം കെട്ടിവെക്കുകയാണ്. ഈ രംഗം കണ്ടുകൊണ്ട് മുശ്രിക്കുകൾ സുഹൈലിനോട് ചോദിക്കുകയാണ്, എവിടെയാ പുറപ്പെടുന്നത്? സുഹൈലിന്റെ മറുപടി, ഞാൻ എൻ്റെ പ്രിയദൂതരുടെ അടുക്കലേക്ക് പോവുകയാണ്, എൻ്റെ തിരുദൂതരുടെ അടുക്കൽ ഞാൻ പോവുകയാണ്. മുശ്രിക്കുകളുടെ മറുപടി, എങ്കിലേ മക്കയിൽ നിന്നും സമ്പാദിച്ചതെല്ലാം ഇവിടെ ഒഴിവാക്കിക്കൊണ്ട് വേണം നീ പോകേണ്ടത്. മദീനയിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു നിബന്ധന പാലിക്കണം എന്ന് മുശ്രിക്കുകൾ സുഹൈൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോഴേക്കും വിശ്വാസികളെ ഹിജ്റയുടെ പാഠമാണ്, അള്ളാഹുവിലുള്ള തവക്കുലിന്റെ പാഠമാണ്. സമ്പാദിച്ച സമ്പാദ്യങ്ങളെക്കാളും അധ്വാനിച്ചതിനേക്കാളും എല്ലാം അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ താല്പര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് സുഹൈൽ റളിയല്ലാഹു തആല അൻഹു. മുശ്രിക്കുകളോട് പറയുന്ന ആ ഒരു രംഗം നമുക്കിപ്രകാരം വായിക്കാം: സമ്പാദിച്ചതെല്ലാം മദീനയിലേക്ക് പോകുവാൻ തടസ്സമാണ് എങ്കിൽ ഇതാ ഇവിടെ വിട്ടേച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്.
അങ്ങനെയാണ് അതിജീവനത്തിന്റെ പാഠം സുഹൈൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. ഈ സംഭവം അറിഞ്ഞുകൊണ്ട് സുഹൈലിനെ സാക്ഷിയാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, എത്ര നല്ല കച്ചവടമാണ് സുഹൈൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചത്, എത്ര വലിയ സമ്പാദ്യമാണ് സുഹൈൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും നേടിയത് എന്ന് സുഹൈൽ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രശംസിച്ചുകൊണ്ട് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറയുന്നത് നാം ചരിത്രത്തിൽ നിന്നും വായിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അതായിരുന്നു. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സമുണ്ടായാൽ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടി പ്രാർത്ഥിക്കുന്നതിൽ തടസ്സമുണ്ടായാൽ, സ്വന്തം നാട് ഒരു പരിഗണനമല്ല, സ്വന്തം വീട് പരിഗണിക്കേണ്ട കാര്യമില്ല. എവിടെയാണോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ നിർഭയമുണ്ടാകുന്നത് അവിടേക്ക് പോയിക്കൊണ്ട് ഹിജ്റ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായും സമർപ്പിക്കണമെന്നാണ് ഈ പാഠം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യമല്ല. നിർഭയത്വത്തോടുകൂടി മുസ്ലിം രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന പ്രബോധനത്തെക്കാളും സുന്ദരമായ രീതിയിലാണ് വിശ്വാസികൾ ഈ രാജ്യത്ത് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പലായനത്തിന്റെ അനിവാര്യത നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലില്ല. നമ്മുടെ മുന്നിലുള്ളത് നാം റഹ്മാനായ റബ്ബിന് പൂർണ്ണമായും ഇബാദത്ത് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു പാഠമാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഹിജ്റയുടെ മറ്റൊരു ലക്ഷ്യം എന്താണ്? വിശുദ്ധ ഖുർആനിലെ അതേ അധ്യായത്തിലെ തൊട്ടടുത്ത ആയത്തിൽ റഹ്മാനായ റബ്ബ് പറയുകയാണ്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാധീനം ലഭിച്ചാൽ, അഖാമുസ്സലാത്ത വആത്തുസ് സക്കാ, പിന്നെ അവർ ചെയ്യേണ്ടത് നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്, സക്കാത്ത് കൊടുത്തു വീടുക എന്നുള്ളതാണ്. വഅമറൂ ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകർ, പിന്നെയുള്ള ദൗത്യം പ്രബോധനമാണ്. നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ മർദ്ദിതരായിട്ടുള്ള സ്വഹാബികൾക്ക് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നതാണ്. മുഹാജിറുകൾക്ക് വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെ എല്ലാം പര്യവസാനം അള്ളാഹുവിനുള്ളതാകുന്നു. അതുകൊണ്ട് മുഹാജിറുകളെ, മുസ്ലിംകളെ, നിങ്ങൾക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന കൽപ്പന എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. അള്ളാഹുവിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ദുൽഹിജ്ജ അറബി മാസത്തിന്റെ അവസാനമാണ്, മുഹറം അറബി മാസത്തിന്റെ ആദ്യവുമാണ്. രണ്ടും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് സഹോദരങ്ങളെ. കഴിഞ്ഞ ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെയും ആത്മവീര്യത്തിന്റെയും പോരാട്ട വിജയത്തിന്റെയും മാസമായിരുന്നു. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിതമായിരുന്നു കഴിഞ്ഞ ഈദ്ഗാഹുകളിലും കഴിഞ്ഞ ഖുത്ബകളിലും ഒക്കെ നാം മനസ്സിലാക്കിയത്. ഈ മുഹറം മാസമാകട്ടെ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിമോചന പോരാട്ടത്തിന്റെ വിജയമാണ് നാം അയവറക്കുന്നത്. 2 മാസങ്ങളിലും അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. രണ്ടും പോരാട്ട വിജയത്തിന്റെ മാസമാണ്. ഒന്ന് നമ്രൂദ് എന്ന ഭരണാധികാരിയിൽ നിന്നും രക്ഷപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആദർശ പിതാവിന്റെ മാസമാണ്. മുഹറം മാസമാകട്ടെ ഫിറഔൻ എന്ന ഏറ്റവും വലിയ ധിക്കാരിയിൽ നിന്നും മഹാനായ മൂസാ നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയ മാസമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നാം ചരിത്രം അറിയേണ്ടതുണ്ട്. ഏറ്റവും വലിയ ധിക്കാരിയായ ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അവൻ അഹങ്കരിച്ചു. ഞങ്ങളാണ് ഈ നാടിന്റെ അധിപതികൾ, ഞങ്ങളാണ് ഈ നാട്ടിൽ ഭരണം കൈയാളേണ്ടത്, ഞങ്ങൾക്ക് മൃഗീയമായ ഭൂരിപക്ഷമുണ്ട് എന്നുള്ള ധിക്കാരത്തോടുകൂടി ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ചില ചെയ്തികളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ തുടക്കം മുതലുള്ള ആയത്തുകളിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്, ഇന്ന ഫിറഔന അലാ ഫിൽ അർള്, ഫിറഔൻ ഭൂമിയിൽ ഔന്നത്യം കാണിച്ചുവെന്നാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആ സിഫത്തുകൾ അവന്റെ മേലങ്കിയായി അണിഞ്ഞ ഫിറഔനെ കുറിച്ച് റഹ്മാനായ റബ്ബ് പറയുകയാണ്, വജഅല അഹ്ലഹാ ശിയആ, നാട്ടുകാരെ വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളാക്കി എന്നാണ്. യസ്തദഅഫു ത്വായിഫത്തും മിൻഹും, അവരിൽ ഒരു വിഭാഗത്തെ ദുർബലരാക്കിയെന്നും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യീ നിസാഅഹും,
അവരെ പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ആൺകുട്ടികളെയെല്ലാം അറുകൊല ചെയ്യുകയും ചെയ്തുകൊണ്ട് നാട്ടിൽ പിറന്നവരെ എല്ലാവരെയും അവർ പൗരത്വമെന്നുള്ള ഭീഷണി അവരിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഭയചകിതരാക്കി എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. ഫിർഔൻ ചെയ്തതാണ് ഈ ക്രൂരതയുടെ തുടക്കം. നാട്ടിൽ പൗരത്വമുള്ളവരെ ദുർബലരാക്കുക എന്നുള്ളത് ഏത് കാലത്തും ഏകാധിപതികൾ എടുത്ത ഒരു തീരുമാനമായിരുന്നു. അതാണ് ഫിർഔനും എടുത്തത്. നാട്ടിൽ പിറന്നവരെ പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ട് ദുർബലരാക്കുക. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയവരെ നീ നാടിന്റെ മക്കളല്ല എന്നും പറഞ്ഞുകൊണ്ട് ദുർബലരാക്കുക. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി ശരീരം തന്നെ ബലിയർപ്പിച്ച, ശരീരം തന്നെ ദീനിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ചവരെ ഒറ്റുകാരെന്ന് പറഞ്ഞുകൊണ്ട് ഫിർഔൻ കളിയാക്കിയത് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. അത് അന്യസൂതം തുടരുകയാണ്. ഇതൊക്കെ ഓർക്കുമ്പോൾ, ഫിർഔന്റെ ചരിത്രം പറയുമ്പോൾ, നമ്രൂദിന്റെ ചരിത്രം പറയുമ്പോൾ, പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യവും വിശ്വാസികൾക്ക് ഒരു പാഠമാണ്. അതിന്റെ ഉദാഹരണങ്ങൾ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇന്നിന്റെ ഉദാഹരണങ്ങൾ എത്രമാത്രം ഫിറ്റാണ് എന്നുള്ളതാണ് വിശ്വാസികളായ നമുക്ക് ഒരു പാഠമാകേണ്ടത്. പൊരുതി മരിച്ച നമ്മുടെ ഇന്ത്യക്കാർ, പൂർവികരായിട്ടുള്ള നമ്മുടെ മുസ്ലിം പാരമ്പര്യം, അവരെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ സംഘപരിവാരങ്ങളുടെ ആ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ നാം മനസ്സിലാക്കുകയാണ്. കണ്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാനുമായി നടന്ന യുദ്ധത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നയിച്ച പെൺകരുത്തായുള്ള അതിന്റെ പ്രതീകമായിട്ടുള്ള കേണൽ സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന ആ പെൺകരുത്തിന്റെ രാജ്യസ്നേഹം പോലും ചോദ്യം ചെയ്ത സംഘികളുടെ വർത്തമാനമാണ് ഫിർഔന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അവരെപ്പോഴും അങ്ങനെയാണ്. ഏകാധിപതികളുടെ ആ ഒരു സിലബസ് തന്നെ ആ രീതിയിലാണ്. രാജ്യത്തിന് വേണ്ടി പൊരുതിയവർ, രാജ്യത്തിന്റെ അവകാശികളായിട്ടുള്ള ഖിബിത്തുകളെ ചോദ്യം ചെയ്തവരായിരുന്നു ഫിർഔനും സംഘവും. അവര് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരല്ല, നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുവാൻ അർഹരല്ല, നിങ്ങൾ പൗരത്വം നേടിയവരല്ല എന്നുള്ള വിളയാളം, ആ വിളംബരം ആദ്യമായി ലോകം കേട്ടത് ഫിർഔനിൽ നിന്നാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വംശീയമായിട്ടുള്ള ഉന്മൂലനം നടത്തിയവരായിരുന്നു ഫിർഔൻ. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. ഇസ്രായേൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 60,000 പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയ ആ ഇസ്രായേലിന്റെ ലക്ഷ്യം മുസ്ലിം ഉന്മൂലനമാണ്, വംശീയ ഉന്മൂലനമാണ്. വർഗീയമായി ചേരിതിരിച്ചുകൊണ്ടുള്ള ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം ലോകത്ത് ആദ്യമായി മെനഞ്ഞെടുത്തത് ഫിർഔൻ എന്ന ചരിത്രത്തിൽ വായിക്കുകയാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പിൻബലമെന്ന് പറയുന്നത് മൃഗീയാധിപത്യമാണ്. ഞങ്ങൾ ഭൂരിപക്ഷമാണ്. നോക്കൂ, ഫിർഔൻ ജനങ്ങളോട് പറഞ്ഞ ധിക്കാരത്തിന്റെ വർത്തമാനം സൂറത്ത് സുഹ്റഫിലെ 51-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വനാദാ ഫിർഔൻ ഫീ ഖൗമിഹി, ധിക്കാരിയായ ഫിർഔൻ സമൂഹത്തോട് പറഞ്ഞുവത്രേ, യാ ഖൗം അലൈസ ലീ മുൽക്ക് മിസ്ർ, ഈജിപ്തിന്റെ ആധിപത്യം എനിക്കാണ്, ഈ രാജ്യത്തിന്റെ സർവാധിപത്യം എനിക്കാണ് എന്ന് പറഞ്ഞത് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം അനുയായികളെല്ലാം ഞങ്ങളുടെ കൂടെയാണ് എന്നുള്ള ആ അഹങ്കാരമാണ് ഫിർഔനെ കൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആൻ. അവന്റെ ധിക്കാരം അവസാനിക്കുന്നില്ല. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ അരുവികളെല്ലാം ഒഴുകുന്നത് എന്റെ അധീനതയിലാണ്, എന്റെ കാഴ്ചവട്ടിലാണ് എന്നുള്ള അഹങ്കാരത്തോടു കൂടിയുള്ള വർത്തമാനം പറയുന്നത് ആദ്യമായി ലോകം കേട്ടത് ഫിർഔനിൽ നിന്നാണ്. അതുപോലെയുള്ള വർത്തമാനങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ. ഞങ്ങളല്ലാത്തവർ ഇവിടെ ജീവിക്കേണ്ടവരല്ല, ഞങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ള തിട്ടൂരമിട്ട ഫിർഔന്റെ അനുയായികളെ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ ഉദാഹരണമാണ് നാം കഴിഞ്ഞ ഖുത്ബയിൽ ചർച്ച ചെയ്ത ജൂതന്മാർ. അഹങ്കാരികളായിരുന്നു അവർ. അകാരണമായി പ്രവാചകന്മാർ 300 പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു ഈ ജൂതന്മാർ, യഹൂദികൾ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമും യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അങ്ങനെ ഒട്ടനവധി പ്രവാചകന്മാർ യഹൂദികളുടെ കരവലയത്തിൽ കിടന്ന് മരിച്ചവരാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ ധിക്കാരികളുടെയുള്ള പിൻഗാമികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നാം കാണുകയാണ്.
ആ ജൂതന്മാരിൽ നിന്നും അച്ചാരം വാങ്ങിയ കുറെ ആൾക്കാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അവരുടെയും വികാരം ഒന്ന് തന്നെയാണ്, ഞങ്ങളോടൊപ്പം ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെയുള്ള അജണ്ട അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അവിടെയാണ് ഹിജറയുടെ പാഠം മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അനുയായികളിൽ നിന്നും നമുക്ക് പകർന്നു നൽകുന്നത്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളെ നോക്കിക്കൊണ്ട് ഫിർഔൻ പറഞ്ഞ മറുപടി വിശുദ്ധ ഖുർആനിൽ പറയാം. ലൗ ഖത്തഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ ലൗസല്ലിബന്നകും അജ്മഈൻ. കൈകാലുകളെ എതിർവശങ്ങളിൽ കൂടി ഞാൻ നിങ്ങളെ നശിപ്പിച്ചു കളയും, വെട്ടിക്കളയും. ഒരുവന്റെ കൈയാണ് വെട്ടുന്നതെങ്കിൽ, വലത് കൈയാണ് വെട്ടുന്നതെങ്കിൽ അവന്റെ ഇടത് കാലിനെ വെട്ടും. ഈ ഭീഷണി ആദ്യമായി നടത്തിയത് ഫിർഔനായിരുന്നു എന്ന് ചരിത്രം. ഇത്രയും ഭീതിതമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടായിട്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർഭയത്വത്തോടുകൂടി അനുയായികളോട് പറഞ്ഞിറങ്ങും വിശുദ്ധ ഖുർആനിൽ. ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹി വസ്ബിറൂ. നമുക്ക് നഷ്ടപ്പെട്ടു പോയതും അത് തന്നെയാണ്. എല്ലാ പ്രവാചകന്മാരും അതിജീവിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരുന്നു. അല്ലാഹുവിലുള്ള പൂർണ്ണമായ തവക്കുലും, ജീവിതത്തിൽ എല്ലായ്പ്പോഴും റഹ്മാനായ റബ്ബിനോടുള്ള ഇസ്തിആനത്തും ഇസ്തിഗാസയും പ്രാർത്ഥനയും, പിന്നെ ക്ഷമയും. അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ജീവചരിത്രം നമുക്കതാണ് പഠിപ്പിച്ചു തരുന്നത്. ഈ ഫിർഔന്റെ എല്ലാ ധിക്കാരവും കണ്ടുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം AK-47 എടുക്കാനല്ല അവരോട് പറഞ്ഞത്, സായുധ സജ്ജരാകണം എന്നല്ല അവരോട് ആദ്യമായി പറഞ്ഞത്. ദുർബലരായിട്ടുള്ള ആ വിശ്വാസ വിഭാഗത്തോട് റഹ്മാനായ റബ്ബിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മൂസാ നബി പറഞ്ഞ മറുപടി ഇസ്തഈനു ബില്ലാഹ്. അല്ലാഹുവിനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യണം മക്കളെ. ഈ ഫിർഔന്റെ ധിക്കാരത്തിൽ നിന്നും, ഈ ഫിർഔനിന്റെ കെടുതിയിൽ നിന്നും, ഇവന്റെ അഹങ്കാരത്തിൽ നിന്നും രക്ഷ നേടുക എന്നുള്ളത് അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. എന്റെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള എത്രയോ പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരെ ഒരാളെ പോലും ആ അനുയായികൾ വിളിച്ചു തേടിയില്ലല്ലോ. മുൻകഴിഞ്ഞു പോയ എത്രയോ മഹാന്മാരായിട്ടുള്ള സ്വാലിഹീങ്ങളുണ്ട്. അവരാരെയും വിളിച്ചുകൊണ്ട് അവരുടെ ഹക്ക്, ജാഹ്, ബർക്കത്ത് അവർ തേടിയിട്ടില്ല. നേരെ മറിച്ച് സർവ്വതും സമർപ്പിക്കുകയാണ് റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ വിനയത്തോടുകൂടി. ഇസ്തഈനു ബില്ലാഹ്. പിന്നീടുള്ള നിബന്ധന വസ്ബിറൂ. അനുയായികളെ നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ അക്ഷമ കാണിക്കരുത്. നിങ്ങൾ ക്ഷമയോടുകൂടി റബ്ബിന്റെ കൽപ്പന വരുന്നത് വരെയും നിങ്ങൾ റബ്ബിൽ മാത്രം തവക്കുലാക്കണം എന്നുള്ള മൂസാ നബിയുടെ മറുപടിയാണ്. കാരണം ജിന്നൽ അർളലില്ലാഹ്, ഭൂമി മുഴുവനും അല്ലാഹുവിനുള്ളതാകുന്നു. സാന്ദർഭികമായി ഓർക്കുകയാണ്, കഴിഞ്ഞ മാസങ്ങളിൽ ഇപ്പോഴും ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ വേട്ടയാടുമ്പോൾ അവരുടെ ആധരങ്ങളിൽ നിന്നും ചിലരുടെയെങ്കിലും നാവുകളിൽ നിന്നും വന്ന ആയത്ത് ഈ ആയത്താണ്. ഇസ്തഈനു ബില്ലാഹ് വസ്ബിറൂ. ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ഞങ്ങളുടെ സങ്കടങ്ങൾ മുഴുവനും അല്ലാഹുവിനോട് സമർപ്പിക്കുകയാണ്. കാരണം ഇന്നൽ അർളലില്ലാഹ്, ഭൂമി മുഴുവനും അല്ലാഹുവിനുള്ളതാകുന്നു. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ അവന്റെ അടിയാറുകൾക്ക് വീതിച്ചു കൊടുക്കും. അതിന്റെ അനന്തരാവകാശികളായിട്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവിടെ ജീവിപ്പിക്കും, അവിടെ താമസിപ്പിക്കും. കാരണം വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, പര്യവസാനം തഖ്വയുള്ളവർക്ക് മാത്രമാണ്. ഇവിടെ പറഞ്ഞ തഖ്വ എന്താണ്? അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. ആ ധിക്കാരിയായ ഫിർഔനോട് മൂസാ നബി പറയുന്ന മറ്റൊരു മറുപടി കൊണ്ട് ഫഖ്ലി മാ അൻത ഖാദിൻ, വിധിച്ചുകൊള്ളുക ഫിർഔൻ. അഹങ്കാരികളെ നിങ്ങൾ വിധിച്ചുകൊള്ളുക. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ, നിന്റെ വിധി എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ മാത്രമാണ്. ഈ അഹങ്കാരത്തിന്റെ വർത്തമാനം പറയുന്ന ഫിർഔൻ, നിന്റെ പിൻബലം എന്ന് പറയുന്നത് ഈ മൃഗീയ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ നീ വിധിച്ചുകൊള്ളുക, നീ ഉദ്ദേശിക്കുന്നതൊക്കെ ചെയ്തു കൊള്ളുക. ദുനിയാവിൽ വെച്ചുകൊണ്ട് മാത്രം. പര്യവസാനം ഞങ്ങൾക്കുള്ളതാണ്, റബ്ബിന്റെ തീരുമാനമുണ്ടാകും എന്നുള്ള
അടിത്തറയിൽ നിന്നുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനോട് പറയുന്ന രംഗമാണ് വിശുദ്ധ ഖുർആനിൽ റഹ്മാനായ റബ്ബ് പറയുന്നത്, ബിമാ സ്വബറൂ, അവർ ക്ഷമിച്ചതിന്റെ പരിണിത ഫലമാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അറാഫിലെ 137-ാമത്തെ ആയത്ത്. ഇതെല്ലാം കേൾക്കുമ്പോഴേക്കും രോമാഞ്ചമടിക്കുവാനുള്ള വചനാമൃതങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ളതാണ്. ഒരു കുത്തുവാക്ക് കേൾക്കുമ്പോൾ, ജീവിതത്തിലെ ഒരു പ്രയാസം അകാരണമായി ഒരാൾ നമ്മെ വേദനിക്കുമ്പോൾ, അകാരണമായ സോഷ്യൽ മീഡിയകളിലോ അല്ലാത്ത രംഗങ്ങളിലോ നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ, ഇവിടങ്ങളിലെല്ലാം പാലിക്കേണ്ടതാണ് വിശ്വാസികളുടെ ബിമാ സ്വബറൂ, അവർ ക്ഷമിച്ചത് കാരണം. അല്ലാതെ തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല, അതിനേക്കാളും മറുപടി പറയാൻ അറിയാത്തവരല്ല ഇപ്പുറത്തുള്ളവർ. അവർ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുകയാണ്. അപമാനപ്പെടുത്തുകയാണെങ്കിൽ അതുപോലെ തിരിച്ചും അപമാനപ്പെടുത്തുവാൻ 1000 ആയുധങ്ങളുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബിമാ സ്വബറൂ, ക്ഷമിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും മൂസാ നബിയുടെയും അനുയായികൾക്കും ലഭിച്ച ആ വിജയത്തിന്റെ മാനദണ്ഡമാണ് ഈ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് പറയുന്നത്. വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔന വഖൗമുഹു വമാ കാനൂ യഅരിശൂൻ. അടിച്ചൊതുക്കപ്പെട്ട ആ ജനങ്ങൾക്ക് അനുഗ്രഹീതമായിട്ടുള്ള ഭൂപ്രദേശങ്ങളെ നാം അവകാശപ്പെടുത്തി കൊടുത്തു. ബനൂ ഇസ്രായേൽക്ക് നാം അവകാശപ്പെടുത്തി കൊടുത്തു എന്നാണ്. ഫിർഔനും ജനതയും നിർമ്മിച്ച ആ കെട്ടിടങ്ങളെ, ഉയർത്തപ്പെട്ട കെട്ടിടങ്ങളെ നാം തകർത്ത് കളഞ്ഞു എന്ന് മഹാനായ ജല്ല ജലാലഹു റഹ്മാനായ റബ്ബ് പറയുകയാണ്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ രംഗം പോലും നാം വായിക്കുകയാണ്. ആധിപത്യമുണ്ടായിട്ടെന്ത് കാര്യം? മിസ്രിലെ ഭരണാധിപത്യം നമുക്കുണ്ടായിട്ടെന്ത് കാര്യം? അനുയായികൾ കൂടിയത് കൊണ്ട് എന്ത് കാര്യം? അള്ളാഹുവിനുള്ള തവക്കുൽ നഷ്ടപ്പെട്ടപ്പോൾ, അഹങ്കാരത്തിന്റെ മൂർച്ചയേറിയ വാക്കുകൾ പറഞ്ഞപ്പോൾ മഹാനായ റബ്ബ് തആല മുക്കിക്കൊന്നുകളഞ്ഞു ഫിർഔനെയും സംഘത്തെയും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ യൂനുസിലെ 90-ാമത്തെ ആയത്തിൽ നാം വായിക്കുകയാണ്. വഅൻജൈനാ മൂസാ വമൻ മഅഹു അജ്മഈൻ. ക്ഷമിക്കുകയും അള്ളാഹുവിൽ സമർപ്പിക്കുകയും ചെയ്ത മൂസായുടെയും അനുയായികളെയും എല്ലാവരെയും നാം രക്ഷപ്പെടുത്തി. മറ്റുള്ളവരെ നാം മുക്കിക്കൊന്നുകളഞ്ഞു. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്. ഫിർഔന്റെ അവസാനത്തെ നിമിഷമാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമൻതു ബിഹി ബനൂ ഇസ്രായീൽ. ഞാൻ വിശ്വസിച്ചു, ബനൂ ഇസ്രായീലരുടെ റബ്ബിൽ വിശ്വസിച്ചു, അവർ വിശ്വസിക്കുന്നത് പോലെ ഞാൻ വിശ്വസിച്ചു. അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ഞാൻ റബ്ബാണെന്ന് വാദിച്ചതെല്ലാം നിരർത്ഥകമായിരുന്നു, എല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് റബ്ബേ എന്നും പറഞ്ഞുകൊണ്ട് മുങ്ങിച്ചാകാൻ പോകുന്ന ആ സമയത്ത് നൽകിയ ആ തൗഹീദിനെ പോലും റഹ്മാനായ റബ്ബ് പരിഗണിച്ചില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൽ കൂടി ആമൻതു ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ പരിഗണിച്ചില്ല അല്ലാഹു. ഈ ഫസാദുകൾ, ഈ കുഴപ്പങ്ങളെല്ലാം നീ ഭൂമിയിൽ ചെയ്തിട്ട് തൗബ ചെയ്യുവാനായിട്ട് എത്രയോ ആയുസ് നിനക്ക് ബാക്കി തന്നിട്ട് മുങ്ങിച്ചാകാൻ പോകുന്ന സമയത്ത് നീ തൗഹീദ് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണ് എന്ന് റഹ്മാനായ റബ്ബ് ചോദിക്കുന്ന ആയത്തുകളാണ്. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും റബ്ബിനോട് പ്രാർത്ഥിച്ച നൈരന്തര്യമായിട്ടുള്ള പ്രാർത്ഥനയുടെ പരിണിതി ഫലമാണ് അവരുടെ വിജയം. അതാണ് ഹിജ്റയുടെ പാഠം, അവരുടെ നിലപാടായിരുന്നു. ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഖദ് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമാ. അവരുടെ നിലപാട് കാരണം നാം അവരെ വിജയിപ്പിച്ചു. അവർ രണ്ടുപേരും ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചു എന്നാണ്. ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പഠിച്ച തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നാട്ടിൽ നിന്നും പ്രലോഭനങ്ങൾ ഉണ്ടാകും, വീട്ടിൽ നിന്നും പ്രലോഭനങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് എലാസ്റ്റിക് പോലെ വളയേണ്ടവനല്ല മുസ്ലിം. അതാണ് ഈ ഹിജ്റയുടെ പാഠം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം. അവർ നിലപാടോടുകൂടി ജീവിച്ചു. എത്ര തന്നെ ധിക്കാരിയായിട്ടുള്ള ഭരണാധികാരിയാണ് നമ്മുടെ മുന്നിൽ വന്നുവെങ്കിലും അവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നവരല്ല ഈ രണ്ട് പ്രവാചകന്മാരും എന്ന് വിശുദ്ധ ഖുർആൻ. അവരുടെ മുമ്പിലും പറഞ്ഞു അള്ളാഹിനെ കുറിച്ച് അവരോടും പരിചയപ്പെടുത്തി. അവരുടെ മുന്നിൽ തലകുനിച്ചില്ല. നമ്മളൊക്കെയോ, നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ? എന്താണ് സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ?
നമ്മുടെ മകളുടെ ഭർത്താവ്, അവരെ പേടിച്ചുകൊണ്ട് നാം തൗഹീദ് പറയുന്നില്ല. നമ്മുടെ ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ വാപ്പ, അവരെ പേടിച്ച് നാം തൗഹീദ് പറയുന്നില്ല. നമ്മുടെ മാതാപിതാക്കളെ പേടിച്ചുകൊണ്ട് നാം തൗഹീദ് മൂടുവെക്കുകയാണ്. നാട്ടുകാരെ ഭയന്നുകൊണ്ട് നാം മൗനം പാലിക്കുകയാണ്. മഹല്ലുകളെ പേടിച്ചുകൊണ്ട് നാം വാചാലമായ മൗനത്തിലാണ്. വിശ്വാസികളെ, ഏതുവരെയാണ് നമ്മുടെ ജീവിതം? എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക? ഇവിടെയാണ് ഹിജ്റയുടെ പാഠം, മൂസാ നബിയുടെ പാഠം. ആ രണ്ട് പ്രവാചകന്മാരും നിലപാടോടുകൂടി ജീവിച്ചു. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അവരെ നാം വിജയിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്രയ്ക്കും പവിത്രമായ മാസമാണ് വിശ്വാസികളെ മുഹറം മാസം. അമ്പിയാക്കന്മാരുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന മാസമാണ്. പ്രയാസപ്പെട്ട പ്രവാചകന്മാർക്ക് നിർഭയത്വം നൽകിയ മാസമാണ്. പക്ഷേ ഈ വിഷയത്തിൽ പോലും നമ്മുടെ മുസ്ലിം സമുദായം ഇന്നും വിശ്വസിക്കുകയാണ് മുഹറം എന്ന് പറഞ്ഞാൽ നഹസിന്റെ മാസമാണ്, അശുഭകരമായ ദിവസങ്ങളുടെ മാസമാണ്. അള്ളാഹുവിന്റെ പവിത്രമായ പരിശുദ്ധമായ ദിവസങ്ങളെ കുറിച്ചും നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഹറം മാസം പിറന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തുകൂടാ, ഗൃഹപ്രവേശം പാടില്ല, നല്ല ഒരു കട ഉദ്ഘാടനം ചെയ്യുവാൻ പാടില്ല, യാത്ര പാടില്ല, മോശമായ ദിവസങ്ങളാണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആദർശം എവിടെ നിന്ന് വന്നു സഹോദരങ്ങളെ? ഈ നഹസ് എന്ന് പറയുന്നത് ആരുടെ പാരമ്പര്യമാണ്? നാം കഴിഞ്ഞ ഖുതുബയിൽ വിഷയം പഠിച്ചു മനസ്സിലാക്കി. ജൂതന്മാരുടെ ചര്യകളെ ചാണിന് ചാണായും മുടക്കിന് മുഴമായും മുസ്ലിം സമുദായത്തിൽ പെട്ടവർ ചിലരെങ്കിലും അത് പിൻപറ്റുക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമാണ് ഈ നഹസ്. ഇത് ജൂതന്മാരുടെ നിലപാടായിരുന്നു. ദിവസത്തെ മോശമാക്കുക, സമയത്തെ മോശമാക്കുക, അത് ജൂതന്മാരുടെയും നസ്രാനികളുടെയും വിഷയമായിരുന്നുവെന്ന് നമ്മൾ പറയുന്നില്ല വിശ്വാസികളെ. ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ഗ്രന്ഥം ഫതാവൽ ഹദീസിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദിയ്യ്, സുബ്ഹാനല്ലാഹ്, 450 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഈ നഹസുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പുരോഹിതന്മാരുടെ ഗുരുവായി വിശ്വസിക്കുകയും ആദരവോടെ കാണുകയും ചെയ്യുന്ന ഇബ്നു ഹജർ ഹൈതമി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയയിൽ കൃത്യമായി കൊടുക്കുകയാണ്. ഈ നഹസ് നോക്കുക എന്നുള്ളത് യഹൂദികളുടെ പാരമ്പര്യമാണ്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീന അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഹിം. ഇത് അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിംകളുടെ ചര്യ അല്ലേ അല്ല. പക്ഷെ ഇവർ മുസ്ലിംകളുടെ ചര്യയായി എത്രത്തോളം എന്നറിയുമോ സഹോദരങ്ങളെ? സങ്കടം കൊണ്ട് വേദന കൊണ്ട് പറയുകയാണ്, ഈ ഷിയാക്കളുടെ പാരമ്പര്യം പറ്റിയവർ, യഹൂദികളുടെ പാരമ്പര്യം പറ്റിയവരാണ് ഈ ജൂതന്മാർ. ജൂതന്മാരുടെ പാരമ്പര്യം പറ്റിയവരാണ് ഈ ഷിയാക്കൾ. അതൊരു ചരിത്രമാണ്. ജൂതന്മാർ അബ്ദുല്ലാഹിബ്നു സബഉ എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ കൂടി ഉണ്ടാക്കിയ ഒരു പുതിയ മതമാണ് ഷിയായിസം. ആ ഷിയായിസത്തിന്റെ വിത്തുകൾ ഇന്നും നമ്മുടെ കേരളത്തിൽ മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാടിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബൊക്കെ അറിയുന്നവരാണല്ലോ. ലീ ഹംസത്തുൻ എന്നുള്ള ഒരു പദം മാത്രം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുക്കുക, ലീ ഹംസത്തുൻ. അപ്പോഴേക്കും ഷിയ പണ്ഡിതന്മാരുടെ ബൈത്തുകൾ വരികയാണ്. എന്താണ് ആ ബൈത്ത്? ലീ ഹംസത്തുൻ ഉതുഫീ ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ യാ ഫാത്തിമ. എന്താണ് അതിന്റെ ആശയം? പകർച്ചവാദിയുടെയും പൊള്ളുന്ന ചൂടിനെയും കെടുത്തുവാൻ എനിക്ക് അള്ളാഹുവിന്റെ റസൂലായ മുസ്തഫയുണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി വാങ്ങിച്ച മുർത്തളയായ അലിയുണ്ട്, അവരുടെ 2 മക്കളായ ഹസനും ഹുസൈനുമുണ്ട്, പിന്നെ ഫാത്തിമയുണ്ട്. അവരുടെ മൗലിദാണ്. ഇത് നിങ്ങൾ പരിശോധിക്കുക. ഇന്ന് നമ്മുടെ കേരളത്തിൽ സമസ്തക്കാരെന്ന് പറയുന്നവരുടെ മൗലിദ് കിതാബിൽ പോലും ഈ വരികൾ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കെടുതിയിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് പ്രവാചകരുണ്ട്, അലിയാരുണ്ട്, ഫാത്തിമയുണ്ട്, ഹസനുണ്ട്, ഹുസൈനുണ്ട്. ഇത് ഷിയാക്കളുടെ വാദം പേര് നടക്കുന്നവർ ഇന്ന് സുന്നികൾ എന്നുള്ള സമസ്തക്കാരെന്നറിയപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് വളരെ ജാഗ്രതയോടുകൂടി നാം ഇവരെ കാണണം.
ഷിയാക്കളെ പോലെയുള്ള ഈ തലേക്കെട്ടുകാരെ നാം വളരെ സൂക്ഷിക്കണം വിശ്വാസികളെ. അവരുടെ ആദർശമെന്ന് പറയുന്നത് അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിച്ചതല്ല.